ഹലോ ഹായ് വ്യൂവേഴ്സ്, ഞാൻ ഡോക്ടർ പൂജ സിന്ധ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൂച്ചകളെ സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതായത് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന പൂച്ചകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് സാധാരണയായിട്ട് നീര് വറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൊടികളാണ്. അത് പൊടി നമ്മൾ നിശ്ചിത വെള്ളത്തിലോ മറ്റ് ഏതെങ്കിലും ലായനിയിലോ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു കുഴമ്പാക്കിയതിന് ശേഷം ആ നീരുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുകയും അത് നിശ്ചിത സമയത്തിന് ശേഷം ഇത് ചെറു വെള്ളത്തിൽ കഴുകിക്കളയുകയും ചെയ്യുന്നതാണ് നമ്മൾ പൂച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് നീര് വലിയാനും അതുപോലെ തന്നെ വേദന ശമിക്കാനും അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു ഫ്ലൂയിഡ് അക്യുമുലേഷൻ ടിഷ്യൂസിലുള്ള ഫ്ലൂയിഡ് അക്യുമുലേഷൻ കുറയാനും അതുവഴി ഇൻഫെക്ഷനൊക്കെ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു പൂച്ചിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ പൂച്ചകളാണ് അവൈലബിൾ എന്ന് നോക്കാം. അതായത് ജടാമായാതി ചൂർണത്തിൻ്റെ പൂച്ച അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കോലകുലത്താതി, അതുപോലെ തന്നെ കൊട്ടൻ ചുക്കാതി, ഇതുപോലത്തുള്ള പൂച്ചകൾ നമുക്ക് നീര് ശമിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിക് കണ്ടീഷൻസിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ലേപനം പറയുകയാണെങ്കിൽ എള്ളും നിഷാദി ലേപനം വളരെ യൂസ്ഫുള്ളായിട്ട് കണ്ടുവരുന്നുണ്ട്. ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ആദ്യത്തെ ആ ഒരു നീര് വരുന്ന ആ ഒരു കാലഘട്ടത്ത് നമുക്ക് ഈ എള്ളും നിഷാദി ലേപനം ഇടുന്നത് വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. അത് പാലിലോ അല്ലെങ്കിൽ നമുക്ക് മറ്റ് വെള്ളത്തിലോ ചേർത്ത് നമുക്കതൊരു ലേപനമായിട്ട് ആ നീരുള്ള ഭാഗത്ത് അത് പുരട്ടിയതിന് ശേഷം മുട്ടിലാണ് സാധാരണ ഓസ്റ്റിയോആർത്രൈറ്റിക്സ് കണ്ടീഷൻസിൽ വരാറ്. ആ മുട്ടിൽ നന്നായിട്ട് പുരട്ടിയതിന് ശേഷം ഒരു 2-3 മണിക്കൂറിന് ശേഷം ഇത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. അതിനുശേഷം തൈലങ്ങളൊക്കെ ഇടാവുന്നതാണ്. ഇത് നീര് വലിയാനും അവിടുത്തെ ആ ജോയിൻറ്റിന് വേദന കുറയാനും അതുപോലെ തന്നെ നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ കുറഞ്ഞ് കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ലേപനം. അതുപോലെ തന്നെ മറ്റൊരു ലേപനം പറയുകയാണെങ്കിൽ ജടാമയാതി ലേപം. ജടാമയാതി നമ്മൾ സാധാരണ നീര് വറ്റാൻ കാൽപാദത്തിലൊക്കെ ഉള്ള നീര് വറ്റാൻ വളരെ ഫലപ്രദമായിട്ടുള്ളൊരു ലേപനമാണ് ജടാമയാതി ലേപം. ഇത് കണക്ക് പാലിലോ അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിലോ ഇടാവുന്നതാണ്. ഇത് ചൂടാക്കി, അതായത് നമ്മൾ ഇത് വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം ഒരു കുഴമ്പ് രൂപമാക്കി അത് സ്പൂണിൽ വെച്ച് ചെറുതായിട്ട് ചൂടാക്കി ആ നീരുള്ള ഭാഗത്ത് ഇടുന്നത് വളരെ ഫലപ്രദമാണ്. ഇത് സാധാരണയായിട്ട് നമ്മൾ ഗൗട്ടി ആർത്രൈറ്റിക് കണ്ടീഷൻസിലാണ് ഉപയോഗിക്കുന്നത്. ഗൗട്ടി ആർത്രൈറ്റിക് കണ്ടീഷൻസിൽ നമുക്ക് യൂറിക് ആസിഡ് ബോഡിയിൽ കൂടിയതിന് ശേഷം ആ ജോയിൻ്റ് തോറുമുള്ള വേദനയ്ക്കൊക്കെയാണ് സാധാരണയായിട്ട് സന്ധി തോറും വരുന്ന വേദനയ്ക്കും നീരിനുമൊക്കെയാണ് സാധാരണ ഈ ജടാമയാതി ലേപം നമ്മൾ ഉപയോഗിക്കുന്നത്. അത് പെട്ടെന്ന് ഈ നീര് വറ്റാനും അതുപോലെ തന്നെ മറ്റ് ഇൻറ്റേർണൽ ആയിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കുന്നത് വഴി യൂറിക് ആസിഡിൻ്റെ ലെവൽ കുറയാനും അതുപോലെ തന്നെ ഇത് രോഗശാന്തി ഉണ്ടാക്കാനും വളരെ ഫലപ്രദമാണ് ഈ ജടാമയാതി ലേപം. പിന്നെ ഒരെണ്ണം പറയുന്നത് കോലകുലത്താതി ചൂർണത്തിൻ്റെ ലേപനമാണ്. കോലകുലത്താതി ചൂർണത്തിൻ്റെ ലേപനം വളരെ ഫലപ്രദമാണ്. സാധാരണയായിട്ട് ഡയബറ്റിക് കണ്ടീഷൻസിലുള്ളവർക്കൊക്കെ നീരും വേദനയൊക്കെ വരാറുണ്ട്. കയ്യിലും ആയാലും കാലിലായാലും ഒക്കെ നീരും വേദനയൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ ഷോൾഡർ പൊക്കാൻ വയ്യാത്തൊരവസ്ഥ, ഷോൾഡർ ഒരു പരിധിക്ക് ശേഷം കൈ ഉയർത്താൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെ വരുന്ന അവസ്ഥകളിൽ നമുക്ക് ഈ നീരും വേദനയും വരുന്ന ഡയബറ്റിക് ആൾക്കാർക്ക് നമുക്ക് ഈ കോലകുലത്താതി ചൂർണം വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ലേപനമാണ്. അത് നമുക്ക് വേണമെങ്കിൽ അരി കഴുകിയ വെള്ളത്തിൽ വേണം ഈ കോലകുലത്താതി ചൂർണം നമ്മൾ ഇടാനായിട്ട്. അത് അല്പം ചൂടാക്കി ഇടുന്നത് നല്ലതായിരിക്കും. സ്പൂണിൽ എടുത്തതിന് ശേഷം അരി കഴുകിയ വെള്ളത്തിലോ അല്ലെങ്കിൽ പുളിയിലയുടെ നീരിലോ നമുക്ക് ഈ കോലകുലത്താതി ചൂർണത്തിൻ്റെ ലേപനം ഇടാവുന്നതാണ്. അത് നമുക്ക് നീര് വറ്റാനായിട്ട് വളരെ സഹായകരമായിരിക്കും. മാത്രമല്ല, നമ്മൾ ഡയബറ്റിക് ഉള്ളവർ അത് ഈ നീര് അധിക നാൾ വെച്ചുകൊണ്ടിരുന്നാൽ അത് സ്കിൻ അൾസേഴ്സ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ നീര് എത്രയും പെട്ടെന്ന് വറ്റാനായിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കോലകുലത്താതി ചൂർണം നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് റുമറ്റോയ്ഡ് അതുപോലെ തന്നെ മറ്റൊരു ഇതെന്ന് പറയുന്നത്
കൊട്ടൻ ചുക്കാദി ചൂർണം. കൊട്ടൻ ചുക്കാദി ചൂർണത്തിൻ്റെ ലേപനം നമുക്ക് സാധാരണ ഷോൾഡറിലും അതുപോലെ തന്നെ സയാറ്റിക്ക കണ്ടീഷൻസിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലേപനമാണ്. അതായത് ഡിസ്ക് പ്രശ്നമുള്ളവർക്ക്, അതായത് ഡിസ്ക് ബൾജുള്ളവർക്ക്, നീരും വേദനയൊക്കെ ആ ഭാഗത്തുണ്ടെങ്കിൽ നമുക്ക് കൊട്ടൻ ചുക്കാദി ചൂർണം വെച്ചിട്ട് ലേപനം ചെയ്യുന്നത് വളരെ ഫലപ്രദമായിരിക്കും. കൊട്ടൻ ചുക്കാദി ചൂർണം ഇതുപോലെ സെർവിക്കൽ സ്പോണ്ടിലോസിസിലൊക്കെ നീരും വേദനയ്ക്കൊക്കെ നമുക്ക് പുളിയില നീരിലോ അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളത്തിലോ നമുക്ക് ഇതേപോലെ പേസ്റ്റ് ആക്കിയതിന് ശേഷം ഒരു 1-2 മണിക്കൂർ ഇട്ടതിന് ശേഷം അത് ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയുന്നതും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ലേപനമാണ് ഈ കൊട്ടൻ ചുക്കാദി ലേപം. അത് നമുക്ക് ഈ സയാറ്റിക്ക കണ്ടീഷൻസിനും അതുപോലെ തന്നെ മറ്റ് വാതസംബന്ധമായ വേദനകൾക്കൊക്കെ ഇത് വളരെ ഫലപ്രദമാണ്. നീരിനുമൊക്കെ ഇത് വളരെ ഫലപ്രദമാണ് ഈ കൊട്ടൻ ചുക്കാദി ലേപം. അതുപോലെ തന്നെ മറ്റൊരു ലേപം പറയുകയാണെങ്കിൽ നമുക്ക് നാഗരാതി ലേപം നമുക്ക് ഇതേപോലെ അരി കഴുകിയ വെള്ളത്തിലിടുന്നതും വളരെ ഫലപ്രദമാണ്. നാഗരാതി ലേപം സാധാരണ നമുക്ക് ഇൻഫ്ലമേറ്ററി എഡിമൈസിലാണ് നമ്മൾ സാധാരണ നാഗരാതി ലേപം പറയുന്നത്. അതായത് നമുക്ക് തൊടുമ്പോൾ തന്നെ വളരെ വേദനയും അതുപോലെ ചുവപ്പും അതുപോലെ തന്നെ നീറ്റലും എരിച്ചിലും ഒക്കെ ഉള്ള വേദനകളിൽ നമുക്ക് നീരിലും ഒക്കെ നമുക്ക് ഈ നാഗരാതി ലേപം ഇടുന്നത് വളരെ ഫലപ്രദമാണ്. നാഗരാതി ലേപം ഇതുപോലെ തന്നെ അരി കഴുകിയ വെള്ളത്തിലിടാം, അല്ലെങ്കിൽ ചെറു കൂടിയ വെള്ളത്തിൽ തന്നെ ചാലിച്ചിടുന്നതും നല്ലതാണ്. ഇത് നമുക്ക് ഈ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്, അതായത് നമുക്ക് കാൽപാദത്തിലൊക്കെ ഉണ്ടാകുന്ന പ്ലാന്റാർ ഫേഷ്യാറ്റിസ് പോലത്തെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിലൊക്കെ ഇത് ഈ അതായത് ഫുട്ട് പെയിൻ, അതായത് പാദം വേദനയ്ക്കൊക്കെ നമുക്ക് ഇത് ഇടാവുന്നതാണ്, ഈ നാഗരാതി ലേപചൂർണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.